ഇടുക്കി മൂന്നാറിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. മൂന്നാർ ടാറ്റ ടി ജനറൽ ആശുപത്രിയുടെ സമീപത്താണ് കാട്ടുപോത്തിനെ കണ്ടത്. കാട്ടുപോത്തിൻ്റെ ദൃശ്യം, നല്ല ഒരു അമണ്ടൻ കാട്ടുപോത്ത. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, ഈ കാട്ടുപോത്ത് അപകടം എന്തെങ്കിലും ഉണ്ടാക്കിയോ? എസ്കെൻ, ഭാഗ്യത്തിന് അപകടമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഈ കാട്ടുപോത്ത് ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഇന്ന് രാവിലെയാണ് മൂന്നാർ ടാറ്റ ആശുപത്രിക്ക് സമീപം ഈ കാട്ടുപോത്ത് എത്തിയത്. പിന്നീട് നാട്ടുകാർ ബഹളം വെച്ചതോടുകൂടി ആശുപത്രി പരിസരത്ത് നിന്ന് കാട്ടുപോത്ത് മാറിയിട്ടുണ്ട്. പക്ഷേ മൂന്നാർ മേഖലയിൽ തന്നെ അതങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഒരുപാട് എത്തുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഇങ്ങനെ കാട്ടുപോത്ത് നിൽക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു സമാധാനം ഉണ്ടാവൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എത്രയും വേഗം ഇതിനെ വനത്തിലേക്ക് തുരത്തുക, അതിനുള്ള നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതിങ്ങനെ ഈ മൂന്നാർ മേഖലയിലൂടെ ചുറ്റിക്കറങ്ങുകയാണ്. ജനവാസ മേഖലയിലൂടെയാണ് ചുറ്റിക്കറങ്ങുന്നത്. ലയങ്ങൾക്ക് സമീപത്തെത്തി ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കന്നിമല ഭാഗത്തായിരുന്നെങ്കിൽ ഇന്നത് പുലർച്ചയോടുകൂടി മൂന്നാർ ടാറ്റ ആശുപത്രിയുടെ സമീപത്ത് എത്തുകയായിരുന്നു. എന്തായാലും നിലവിൽ ഈ ആശുപത്രി ഭാഗത്തു നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ തന്നെ ഈ കാട്ടുപോത്ത് തുടരുകയാണ്. എസ്കെ, താങ്ക് യു രാഹുൽ വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.